വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അവതാരപുരികൾ തുടരുകയാണ്. 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ സംപ്രേഷണം മണിയുടെ മീഡിയ സിറ്റിയിലെ ടോൾക്കെ വിസ്താര സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്നാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരാൾ കൂടി, ഒരു പുലി കൂടി നമ്മുടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പുലി. ഓക്കെ. ദീപക് ധർമ്മടം ഫ്രം കാലിക്കറ്റ്. ദീപക്, ഞാൻ വിശദാംശങ്ങളിലേക്ക് വരാം. ഉന്മേഷ്, ഈയിടെയായിട്ട് ഉന്മേഷ് കൃത്യമായിട്ട് വീട്ടിൽ പോകുന്നില്ല എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. നടപടി എടുക്കേണ്ടി വരുമോ? അത് സാറേ, ഞാൻ വീട്ടിൽ പോകുന്നില്ല കൃത്യമായിട്ട്. ശരിയാ. എന്താ അത്? ഞാൻ ഓഫീസിലാ ഫുൾ ടൈം. അതിനിപ്പോ ഓഫീസിൽ നിന്ന് ഓർഡർ അടിച്ചു വരണോ വീട്ടിൽ പോകണമെന്ന്? വേണ്ട, ഞാൻ പൊക്കോളാം. മാത്രമല്ല, ഈ ഉന്മേഷിന്റെ കുഴപ്പം എനിക്ക് മനസ്സിലായി ചെയ്യാ. വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കാണത്തില്ല. ഓഫീസിലോട്ട് വന്നാൽ വീട്ടിലോട്ട് കാണത്തില്ല. ഓഫീസിൽ നിന്ന് കൃത്യസമയത്ത് പോകുന്നുണ്ടല്ലോ. മാത്രമല്ല, കളമശ്ശേരി വരെ പോകുന്നുള്ളൂ. ഈ ഓഫീസിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് എത്താതിരുന്നതിന്റെ ഒരു കാര്യം, നാട്ടിൽ നിന്ന് ഉന്മേഷിന് പരിചയമുള്ള ഒരാൾ വരുന്നുണ്ട്. എന്റെ നാട്ടിൽ നിന്നോ? എന്ന് വെച്ചാല് ഞങ്ങളുടെ നാട്ടിൽ നിന്നോ? ഉന്മേഷ് എന്തുകൊണ്ട്, രണ്ടുപേർക്കും അറിയേണ്ടത് എന്തുകൊണ്ട് വീട്ടിലേക്ക് വരുന്നില്ല. കല്യാണമൊക്കെ കഴിച്ച് അവർക്ക് മനസ്സിലാവും. അച്ഛനും അമ്മയായിരിക്കും. അല്ലല്ല, അച്ഛനും അമ്മയും നമുക്ക് അങ്ങനെ അറിയാമല്ലോ. അദ്ദേഹം CPI യുടെ ലീഡറായിട്ടിരിക്കും. അങ്ങനെ നമുക്ക് വിളിച്ചു വരുത്താൻ പറ്റത്തില്ലല്ലോ. അതിൽ ഇലക്ഷൻ പ്രമാണിച്ച് അവിടെ എന്തെല്ലാം പണിയുണ്ട്. വരട്ടെ. ആരായാലും ഒന്ന് കാണാം. 2 ചോദ്യം ചോദിക്കുവോ? എന്നോടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ വരട്ടെ ഉന്മേഷിന്റെ ആ പരിചയക്കാർ. ആര്യ വരൂ. വളരെ കാലമായിട്ട് നമ്മളെ കാണണമെന്ന് ആഗ്രഹിച്ചു. വരൂ. ഉന്മേഷ് നടുക്ക് നിന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് KK ശിവരാമനാണ്. ഇടുക്കിയിലെ CPI യുടെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. വാർത്തയിലൂടെയൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തിട്ടുള്ള ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയും. ഉന്മേഷിൻ്റെ സഹോദരിയാണ് ആര്യ. ഇത് KK ശിവരാമൻ, ഇപ്പോൾ LDFിൻ്റെ ഇടുക്കി ജില്ലാ കൺവീനറാണ്. ഈ ഒരു കാര്യം കേട്ടു, ഈ ഉന്മേഷ് ഈയിടെയായിട്ട് വീട്ടിലോട്ട് വരുന്നില്ലെന്ന്. അല്ല, എന്നാൽ അച്ഛൻ എന്താ തോന്നിയത്? അല്ല, ഇവിടുത്തെ തിരക്ക്. അല്ല, ഇത് എന്താണെന്നറിയോ, വീട്ടിലോട്ട് പോയാൽ ബോറാ എന്നുള്ള ലൈൻ ഇവിടെ നമ്മൾ ഡെസ്കിൽ ഇങ്ങനെ കിടക്കുക, പോകുന്നില്ല. വൈകലും പോവില്ല. മാത്രമല്ല, ഈ മനോഹരമായൊരു ശബ്ദം ഉള്ളതുകൊണ്ടേ നമ്മളോട് ഇങ്ങനെ ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ തോന്നത്തില്ല. അപ്പം എങ്ങനെയായിരുന്നു ഇദ്ദേഹം പഠിക്കുന്ന കാലത്തൊക്കെ ഇതേ സ്വഭാവമായിരുന്നു? പഠിക്കുന്ന കാലത്ത് വീട്ടിൽ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ യഥാർത്ഥം ഞാൻ എപ്പോഴും ഉന്മേഷിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഉന്മേഷ് ഒരു കാര്യത്തിൽ ഇപ്പോൾ PhD ഒക്കെ എടുത്തൊരു ഭാഗ്യവാനായിട്ട് നിൽക്കുക. ഇപ്പം നമ്മുടെ ചാനലിലെ ഏക PhD അവിടെ നേരത്തെ അരുൺ ഉണ്ടായിരുന്നു. അരുൺ പോയി കഴിഞ്ഞപ്പോൾ ഒരു PhD-കാരില്ലല്ലോ. അപ്പം ഞാൻ വിജയനോടൊക്കെ ചോദിച്ചു. വിജയനാണ് ജീവിതകാലത്ത് PhD എടുക്കത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉന്മേഷിനെ കിട്ടുന്നു. അപ്പോൾ ഉന്മേഷ് PhD എടുത്തു. ഇപ്പം എനിക്ക് രാവിലെ ഒരു വല്ലാത്തൊരു സായുജ്യ, ഡോക്ടർ ഉന്മേഷ്. അപ്പോൾ മരുന്ന് കുപ്പിയായിട്ട് ആൾക്കാർ നമ്മുടെ ഓഫീസിൽ കയറി വരാത്ത നമ്മുടെ ഭാഗ്യം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുകയാണ്. ഈ ഉന്മേഷിന് കിട്ടിയൊരു ഭാഗ്യം എന്താ പറയുക, അച്ഛനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമായിട്ടുള്ളൊരു ഭാഗ്യമാണ്. അച്ഛനെ വിമർശിച്ച് വാർത്ത വായിക്കാം, അച്ഛനെ അനുകൂലിച്ച് വാർത്ത വായിക്കാം. ചടങ്ങിൽ KK ശിവരാമൻ സന്നിഹിതനായിരുന്നു, വായിക്കുന്ന കുഴപ്പമില്ല. KK ശിവരാമൻ്റെ ജനാധിപത്യ പ്രവർത്തനങ്ങൾ നിർത്തണമെന്ന് MM മണി ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ ഭയങ്കര ആവേശത്തിൽ വായിച്ചിട്ട് ഞങ്ങളെ ഒരു നോട്ടമുണ്ട്, എൻ്റെ അച്ഛനാ. അപ്പം അത് കേൾക്കുമ്പോൾ, വീട്ടിൽ ഇരുന്ന് കേൾക്കുമ്പോൾ അച്ഛൻ എന്താ തോന്നുന്നത്? എനിക്ക് സന്തോഷം ആണല്ലേ. ഈ ഉന്മേഷ് വിമർശിക്കുമ്പോൾ അച്ഛന് എന്തെങ്കിലും തോന്നുമോ? ഇല്ല. അല്ല, ഞങ്ങൾ ഈ എൻകൗണ്ടറിൽ ഇരുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇരുത്തുമ്പോൾ ഞങ്ങൾ CPI-കാരെയൊക്കെ ഞങ്ങൾ ശരിക്കും അറ്റാക്ക് ഒരു കുഴപ്പമില്ല. ചെയ്യണം. ആര്യക്ക് എന്താ തോന്നുന്നു? അതായത് ആര്യ ഉന്മേഷിന്റെ ഇളയ സഹോദരിയാണോ? മൂത്ത സഹോദരി. രണ്ടുപേര്. അപ്പൊ ഇപ്പൊ എന്താ ആര്യ ചെയ്യുന്നത്? ഞാൻ ടീച്ചറാണ്. എവിടെ? ആര്യ ടീച്ചറാണ്. അതെ. ഈ മനുഷ്യനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഈ ചാനൽ വിട്ടു ആലോചിക്കുന്നുണ്ട്. അത് പറയുന്നത് 1.5 ടൺ ശബ്ദത്തിലാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. ഭയങ്കര ബാസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയിപ്പോൾ വിജയനാണ് ചില ഇൻസ്ട്രുമെന്റ് ഒക്കെ കയ്യിലുണ്ട്, അത് കൊണ്ടുവന്ന് ഇനി അതുമൊക്കെ താളം അടിക്കാം. പോകാൻ സാധ്യതയൊന്നുമില്ല. ഇല്ലല്ലോ, സന്തോഷമായി. ഇനിയിപ്പം മാത്രമല്ല, നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ പുള്ളിക്കാരനെ വളരെ ഗൗരവത്തിൽ ഇത്തിരി ഇമോഷണൽ ആള്, അറിയാമല്ലോ, പണ്ടേ ഇമോഷണൽ അല്ലേ കുറച്ച്. ഇരുന്ന് ചിലപ്പോൾ ചില വെള്ള പേപ്പറൊക്കെ എടുത്ത് ഞാൻ അതുവഴിയൊക്കെ പോകുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാണാം, കവിതയാണ്. എന്നിട്ട് എന്നോട് വഴിയോരത്തിൽ ആളിൽ പറയുന്നറിയോ, രാജി എഴുതുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇനിയിപ്പോ എനിക്ക് ഉറപ്പായി പോകത്തില്ലല്ലേ? സാധ്യതയില്ല. ചെറുപ്പത്തിൽ നന്നായി കവിത എഴുതുമായിരുന്നു. ഇപ്പോഴും എഴുത്തുണ്ട്. ഇപ്പൊ എഴുതുമ്പോഴുള്ള കുഴപ്പം അറിയോ, ഈ കവിതയിൽ വരുന്ന വിഷയം AK ആന്റണിയൊക്കെയാ.
അല്ല സർ, നല്ല മനോഹരമായിട്ട് കവിത എഴുതും ആ നേരത്തെ എഴുതുമായിരുന്നു കേട്ടോ. അല്ല നമ്മൾ പ്രജിനെ ഈയിടെ വാർത്ത വായിച്ചു കഴിഞ്ഞ് പാട്ട് പാടിയായിരുന്നു. അതുപോലെ ഇനി ഉന്മേഷിന്റെ കവിതയോടെ നമുക്ക് ആരംഭിക്കാം. പിന്നെ ഈ പ്രജിൻസി കണ്ണൻ ഓ, ഈ ശബ്ദവും കടുപ്പാണല്ലോ. ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടോ മകന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ഇത് ഞങ്ങൾക്ക് ഉന്മേഷമല്ല, ഞങ്ങൾക്ക് കണ്ണനാ. ആണല്ലേ? കർണനാ? അതെങ്ങനെ? ഞങ്ങൾ പേര് കണ്ണൻ മിസ്റ്റർ ഡോക്ടർ. അപ്പൊ ഇനിയിപ്പോ എന്താണെന്നറിയോ, ഒരു അപകടം വരാൻ പോവാ. അച്ഛനിത് പറഞ്ഞു നന്നായി. 100 ന്യൂസ് വായിക്കുന്നത് രണ്ടുപേരാണ്, കർണനും ഭാവിയും. അത് മാത്രല്ല ഡെസ്കിലൊക്കെ ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ വിറപ്പിക്കൂലോ മാത്രല്ല അപ്പൊ കണ്ണാ ഈ പാർട്ടിയിലേക്ക് അങ്ങനെ വളരെ അങ്ങ് ഡിസിപ്ലിനേറിയനാണോ? അച്ഛനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഡിസിപ്ലിൻ പാലിക്കണം എന്നൊക്കെ പറഞ്ഞാണോ? സാധാരണ മകനത് കിട്ടിയിട്ടുണ്ട്. ഡെസ്കിലേക്ക് ഒരു ടെററാട്ടോ, ത്രെട്ടാണ് ആളുകൾ. മറ്റുള്ളവരെ ഇങ്ങനെയൊക്കെ ഉന്മേഷ് നോക്കുന്നെന്ന് പറഞ്ഞാൽ ഉന്മേഷ് സംസാരിക്കണ്ട. സാറേ ഞാനത് പിടിച്ച് എങ്ങനെ നിൽക്കണ്ട ഡെസ്കിൽ വേണ്ടിയിട്ടാണ്. പേടിച്ച് പോകണ്ടല്ലേ? അല്ല ആര്യ സ്കൂളിലൊക്കെ എവിടെയാ പഠിപ്പിക്കുന്ന പറഞ്ഞു? ഞാൻ പഠിപ്പിക്കുന്ന മുള്ളരിങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ഹയർ സെക്കൻഡറി സ്കൂളാണോ? ഹയർ സെക്കൻഡറി. ആ സ്കൂളിലൊക്കെ ഉന്മേഷിന് ഫാൻസ് ഉണ്ടോ? അങ്ങനെ അത്ര എല്ലാവർക്കും ടീച്ചേഴ്സിനൊക്കെ അറിയാന്നല്ലാതെ കുട്ടികൾക്കൊന്നും അല്ല അറിയാം. ഒരു അഭിപ്രായ രൂപീകരണം നമ്മൾ നടത്തിയിട്ടുണ്ടോ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ? ബ്രദർ ഉന്മേഷ് എങ്ങനെയുണ്ട്? കൊളീഗ്സിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. പുള്ളിക്ക് PhD കിട്ടിയപ്പോൾ അവിടെ അവധി പ്രഖ്യാപിച്ചായിരുന്നു. ഇല്ലില്ല, ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് നമ്മള് കണ്ടിരുന്നു. നമ്മളെ ഓഫീസിലൊക്കെ ആഘോഷിച്ച് ഭയങ്കര ആഘോഷമായിരുന്നു. കാര്യം ലോകത്ത് ആദ്യമായിട്ട് ഒരാൾക്ക് PhD കിട്ടുന്നല്ലായിരുന്നു നമ്മുടെ ഓഫീസിൽ. പിന്നെ ഞാൻ ആലോചിച്ചത് ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ടല്ലോ ഈ ആര്യ ഉന്മേഷ് നല്ല തമാശയൊക്കെ പറയോ വീട്ടില്? തമാശ എന്ന് വെച്ചാ വീട്ടിലെ അമ്മയോടും അച്ഛനോടൊക്കെ ഉന്മേഷ് എങ്ങനെയായിരിക്കും സംസാരിക്കണേ? അല്ല, വളരെ സോഫ്റ്റ് ആണ്. പിന്നെ കുഞ്ഞിലെ അമ്മയുടെ അടുത്തായിരുന്നു അറ്റാച്ച്മെന്റ് കൂടുതൽ. ചെറുതിലെ മുതൽ അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയുടെ ഭക്ഷണം മേടിച്ച് കഴിച്ച് അമ്മയുടെ മടി തല വെച്ച് കിടന്ന ആ രീതിയൊക്കെ ആയിരുന്നു. പിന്നെ വളർച്ചയ്ക്ക് ചാനലിലൊക്കെ വന്നതിന്റെ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ആര്യ ഒരു വ്യത്യാസമുണ്ട്, എന്റെ മടിയിലാ തല വെക്കുന്നത്. അല്ല ഇപ്പൊ ഇനി കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് അച്ഛനും ആര്യയ്ക്കും സന്തോഷമായിട്ട് വീട്ടിലേക്ക് മടങ്ങാം. കാര്യം എന്താ അറിയോ, ഈ ഉന്മേഷ്, ഡോക്ടർ ഉന്മേഷ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഡോക്ടർ ഉന്മേഷ് ഞങ്ങളുടെ അഭിമാനമാണ്. എൻ്റെ അത് പിന്നെ ആണ്, അങ്ങയുടെ അഭിമാനമാണ്, ആര്യയുടെ അഭിമാനമാണ്. മാത്രമല്ല ഈ ഉന്മേഷിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, പിന്നെ പുള്ളി തമാശ ഒന്നും പറയാൻ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. അത് എന്താണെന്ന് എനിക്കറിയാം, എന്തോ വൈരാഗ്യമുള്ള പോലെയാണ് നിൽക്കുന്നത് പുള്ളി. പക്ഷേ ഉന്മേഷ് ഒരു വാർത്തയിൽ ചെന്നിരുന്നാൽ വളരെ സീരിയസ് ആയിട്ട് ആ വാർത്തയിൽ ഒരു പിഴവും വരുത്താതെ, നമ്മളൊക്കെ എന്ന് വെച്ചാൽ പിഴവിൻ്റെ ആശാന്മാരാണ്, പുള്ളിക്കാരെ ഒരു പിഴവും വരുത്താതെ ഇങ്ങനെ. പിന്നെ ഇവിടെ അതിന് ഒരു വേറൊരാളുണ്ട്, അനുജ രാജേഷ്, മുടി ഈ വാർത്തയിൽ ഇങ്ങനെ ലയിച്ച് നിന്ന് വാർത്ത വായിക്കുന്ന ആളാണ്. അപ്പോൾ അത് അങ്ങേക്ക് സന്തോഷമായിട്ടിരിക്കാം. പുള്ളിക്ക് പണ്ട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അച്ഛന് വെല്ലുവിളിയാകുന്നുള്ള പുറത്താക്കി വിട്ടതാണ്. അല്ല കാര്യങ്ങൾ ഒരേ പാർട്ടിയിലായിരുന്നു പറഞ്ഞു. അതേ ഒരേ പാർട്ടിയായിരുന്നു. ASFന്റെ നേതാവായിരുന്നു, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. ഒറ്റയ്ക്ക് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മത്സരിച്ച് ഒറ്റയ്ക്ക് ജയിച്ചതാണ്. പാർട്ടിയൊക്കെ വിട്ട് പാർട്ടിയിലെ ASFന്റെ പേരിൽ SFI ആരുടെയും പിന്തുണയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഉന്മേഷ്, അച്ഛൻ എന്ന പൊളിറ്റീഷ്യനെ കുറിച്ചാണ് ചോദ്യം. അച്ഛനെ നിർത്തിക്കൊണ്ട് പറയണം കേട്ടോ. അച്ഛൻ്റെ നിലപാടുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മണിയാച്ചനോട് കയറി മുട്ടുന്നുണ്ടായിരുന്നു അച്ഛൻ. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ലോകമായിട്ട് പോകാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മണിയാച്ചനോട് എനിക്ക് ഈയിടെ കണ്ടപ്പോൾ അങ്ങനെ പോകട്ടെ അല്ലേ. അപ്പോൾ അച്ഛനും വല്ല ഉപദേശം കൊടുത്തിട്ടുണ്ടോ അച്ഛനിട്ട്? ഇല്ല എന്റെ ഉപദേശം ആവശ്യമില്ല. ആവശ്യമില്ല. അച്ഛനെ ഈ കാര്യത്തിൽ പക്വമായ നിലപാടുകളാണോ അച്ഛൻ എപ്പോഴും സ്വീകരിക്കുന്നത്? അച്ഛൻ ഈ CPM-കാരുമായിട്ടുള്ള ബന്ധത്തിൽ ആണെന്നാണ് ഞാൻ കരുതുന്നത്. അച്ഛൻ ഈ ഇടുക്കി മാത്രം ഈ CPI-കാരോട് ചെറിയൊരു അസ്വസ്ഥയുണ്ടോ? അത് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അവിടെ ഒരു ഭൂമി പ്രശ്നം എന്നുള്ളത് കാലങ്ങളായിട്ടുള്ളതാണ്. ആ പ്രശ്നത്തിന്റെ പേരിലാണല്ലോ പലപ്പോഴും ഈ തർക്കം ഉണ്ടാകുന്നത്. അതിൽ നിലപാട് പറയുന്നു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ പ്രേക്ഷകർ ഉന്മേഷ് എന്ന് പറയുന്ന വാർത്താ അവതാരകനെ ഇരു കൈകളിൽ നീട്ടി സ്വീകരിച്ച ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ അച്ഛൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം അങ്ങയുടെ ഒരു പ്രതീക്ഷ എന്തായിരുന്നു ഇദ്ദേഹം ഈ വാർത്താ വായന തുടങ്ങുമ്പോൾ? ഞാൻ ആഗ്രഹിച്ചതായിരുന്നു എൻ്റെ മകനൊരു മാധ്യമപ്രവർത്തകനാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ പേരുദോഷമുണ്ട്, നമ്മളെല്ലാം മാപ്പറയെന്നാ വിളിക്കും. ഭയങ്കര നാണക്കേടാ കേട്ടോ, പുറത്തിറങ്ങുമ്പോഴേ മാപ്പറേ മഹാപ്രതിഭകളാണ്. അത് ഗൗരിക്കേണ്ട ഒരു കാര്യം. നമ്മൾ പിന്നെ ഒരു ശ്രമം നടത്തി നോക്കി, അച്ഛാ പരാജയപ്പെട്ടു പോയി. ഈ മാപ്പറ എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തനം എന്നല്ല ഞാൻ പറഞ്ഞത്, മഹാപ്രതിഭകൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, ആരും എടുത്തില്ല. പിന്നെ ഇന്നും കൂടെ ഒരാൾ വഴി കണ്ടപ്പോൾ ചോദിച്ചു, മാപ്പറേ ഇങ്ങോട്ട് പോയാന്ന് ചോദിച്ചു. നമുക്ക് കേൾക്കുമ്പോണ്ടല്ലോ വേറെ എന്തൊക്കെയോ വാക്കുകളെ ഒരു മനസ്സിൽ നമുക്ക് തോന്നിപ്പോവാ. ഒരു കാര്യം ചോദിച്ചോളൂ. താങ്കള്
സാധാരണ രാഷ്ട്രീയത്തിൽ ഇച്ചിരി സീനിയർ നേതാക്കളൊക്കെ വലിയ ഫൈറ്റിന് പോകാറില്ല. പക്ഷേ താങ്കൾ CPI ഉള്ളിലും ഇപ്പോൾ CPM-ൻ്റെ കാര്യം SKN പറഞ്ഞു, ഒരു റിബൽ സ്വഭാവത്തോടെ പലപ്പോഴും ശബ്ദിക്കുന്നത് കണ്ടു. ഒരു നിലപാട് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിലൊക്കെ ഒറ്റപ്പെടുമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശക്തമായിട്ടൊരു നിലപാട് പറയാൻ കാരണം എന്താണ്? അല്ല, ചില വിഷയങ്ങളിൽ നിലപാടെടുക്കേണ്ടതുണ്ട്, നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ ജില്ലയ്ക്കുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ആ വിഷയങ്ങൾ എടുക്കേണ്ട നിലപാടെടുക്കണം. പാർട്ടി എടുത്തില്ലെങ്കിൽ ഞാനത് പാർട്ടി നേതൃത്വത്തോട് പറയാറുമുണ്ട്. അല്ല, അതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ പ്രശ്നങ്ങളോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും പലതരം പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ട്. ഇപ്പോൾ നേരത്തെ എനിക്കൊരു വാഗ്ദാനം തന്നിരുന്നു. മകൻ്റെ വിവാഹം നടന്നത് കോവിഡ് കാലത്താണ്. അപ്പം അതുകൊണ്ട് പാർട്ടി ഒന്നും നടത്താൻ പറ്റിയില്ല. ഇനി കാണുമ്പോൾ പാർട്ടി തരാമെന്ന് എനിക്ക് വാഗ്ദാനം തന്നിരുന്നത് ശരിയാണോ? ശരിയാണ്. അത് ഈ ജെയിംസ് പാർട്ടി എന്ന് ഉദ്ദേശിച്ച നോർമൽ പാർട്ടിയാണോ? അതെനിക്കറിയില്ല. ശിവരാമൻ ചേട്ടൻ അല്ലല്ല, ശിവരാമൻ ചേട്ടന് പറ്റുന്ന പാർട്ടി. അതൊക്കെ ആലോചിക്കാം. മാത്രമല്ല, അങ്ങയുടെ ബുദ്ധിപരമായ ഈ കാർക്കശ്യം ഉണ്ടല്ലോ, അതിന് എൻ്റെ ഒരു കൈയുണ്ട്. അങ്ങ് പലപ്പോഴും അങ്ങെടുക്കുന്ന നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു. എതിരെ നിൽക്കുന്ന ആൾക്കാർ അതിനകത്ത് അസ്വസ്ഥപ്പെട്ടു പോകും. അതൊന്നും അങ്ങേ ഭയപ്പെടുത്തുന്നില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഉന്മേഷി അല്പം പേടിക്കുന്നത്. സത്യം പറഞ്ഞത് അല്ലേ? പറയാം ആഷ്മി. ഈ പറഞ്ഞ അതേ വിഷയത്തിനൊരു എനിക്കുണ്ട് നിലപാടുകൾ. കല്യാണത്തിന് പിടിച്ചു കൊടുക്കും. ഓക്കെ, എന്തായാലും പി എവിടെ ചെന്നാലും ഈ പാർട്ടി ചോദിക്കുന്നത് ശരിയല്ല. ഈയിടെ അമേരിക്ക അറിഞ്ഞായിരുന്നു, അമേരിക്കയിലായിരുന്നു. അവിടുന്ന് ഫ്ലൈറ്റ് കയറ്റി കിട്ടതാ. ആര്യ ടീച്ചർ ഏത് വിഷയം പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്. ഇതേ മലയാളം. അപ്പോൾ ഈ രണ്ട് ഭാഷകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീട്ടിലുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലേ? ഇതുപോലെ വല്ല അവതരണത്തിന്റെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ടീച്ചറിനുണ്ടോ? അല്ല, അവതരിപ്പിക്കുമെന്ന് ചോദിക്കുക. ഇല്ല, എൻ്റെ ഈ ചോദ്യം കൊടുക്കത്തെ ഒരു ഇല്ലല്ലേ? സ്വസ്ഥമായിട്ട് എവിടെയാ ഇപ്പൊ ജീവിക്കുന്നത്? ഞാൻ തൊടുപുഴയാണ് ഹസ്ബൻഡിന്റെ വീട്. 3 മക്കളുണ്ട്. ഹസ്ബൻഡിന് ബിസിനസ്സാണ്. ഈ ഇഷ്ടം വല്ലപ്പോഴും വിളിക്കുവോ? ഒരു ബന്ധം കീപ്പ് ചെയ്തോണോ? അല്ലെങ്കിൽ വഴിയിലെങ്ങ് വെച്ച് കാണുമ്പോ ഇയാളെ എവിടെ വെച്ച് കണ്ടുവരും? അതൊന്നല്ല, ചേച്ചിയുടെ കുട്ടികളുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഒക്കെ എപ്പോഴും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കാണാം. ആണല്ലേ? അതാണ് എനിക്കത് മനസ്സിലാവും. ഉന്മേഷിതൊക്കെ പറഞ്ഞാലേ നമ്മൾ അറിയൂ. അപ്പൊ എന്തായാലും അച്ഛാ, നമ്മളിതിൽ പങ്കെടുത്തവരുടെ സന്തോഷം. ടീച്ചറെ അവരെ പോയി അവിടെ പോയിട്ട് ആ സ്ഥാപനത്തിൽ പോയി നമ്മുടെ അന്വേഷണം പറയണം. ഉന്മേഷിയുടെ സസുഖം വാഴുകയാണ്. എല്ലാവിധ പിന്തുണയും ഞങ്ങളല്ല കൊടുക്കുന്ന പ്രേക്ഷകരുണ്ട്. അല്ല, ഉന്മേഷ് എന്തെങ്കിലും ഉപദേശം കൊടുക്കുമെന്ന് ചോദിച്ചല്ലോ. തിരിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ശിവരാമൻ ചേട്ടനെ പോലെ ഒരാൾക്ക് ഇത്രയും വലിയൊരു അനുഭവ സമ്പത്തുള്ള ജീവിതം, അപ്പോൾ അതിൽ നിന്ന് ഉന്മേഷിന് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, അവൻ എൻ്റെ ജീവിതം കണ്ടു വളർന്നയാളാണ്. പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ അതിൽ നിന്നും എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടെങ്കിൽ പഠിക്കേണ്ടയാളുമാണ്. പഠിച്ചിട്ടുണ്ടാവും. പ്രവൃത്തി പദത്തിലുണ്ടോ അത്? അല്ല, മകൻ്റെ ഉണ്ടല്ലേ? അല്ല, കാരണം എന്ന് വെച്ചാൽ ആവശ്യം വന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോകുന്ന പോലെ അങ്ങ് ഉപദേശിച്ചോണം, അല്ലെങ്കിൽ ഒട്ടും കുറയ്ക്കരുത്. കാര്യം ഇതെന്തായാലും ഉന്മേഷ് പക്വതയൊക്കെ ആയി അല്ലേ? ഈ മകൻ ഭാവിയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എവിടുന്ന് ഓടിച്ചു വിടണോ? അതവൻ്റെ സ്വാതന്ത്ര്യ. ശരി. അല്ലെ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കാം, അച്ഛനൊന്ന് ശാന്തനാവണേ. പി ജെയിംസ് എന്നാ ഇവിടുന്ന് രാജിവെക്കുന്നത്? അത് മറ്റേ ഒരു തരത്തിലും സംഭവിക്കില്ല. അല്ല, ഞാൻ വിചാരിച്ചെന്ന് പറയും, പി ജെയിംസ് മിക്കവാറും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ചേരാൻ സാധ്യത. പഴയ ആളാ, മാണി സാറിന്റെ സ്വന്തം ആളാ. മാണി സാറിന്റെ ബെഡ്റൂമിൽ കയറാൻ സ്വാതന്ത്ര്യമുള്ള കേരളത്തിലെ 3-4 പത്രപ്രവർത്തകരേ അതിലൊരാളാണ്. കേറിയിട്ടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ബന്ധം VS അച്യുതാനന്ദനും K കരുണാകരനുമായിട്ട് എനിക്ക് ബെഡ്റൂമിൽ കയറ്റിയിട്ടില്ല. കേറിയിട്ടുണ്ട്. ഓക്കെ, പി ജെയിംസ്. അപ്പൊ അച്ഛാ, വളരെ സന്തോഷം കണ്ടതിൽ, വളരെ സന്തോഷം. അതല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചും ഞാൻ ഈ ഉന്മേഷ് KK ശിവരാമൻ എന്നൊക്കെ പറഞ്ഞ് വായിച്ച്, പ്രത്യേകിച്ച് വിമർശനങ്ങൾ വരുമ്പം ഒരു വികാരമില്ലാതിരുന്ന് വായിച്ചിട്ടുണ്ട്. ഇത് അച്ഛനാണെന്ന്, ഞാനാണെങ്കിൽ എൻ്റെ അച്ഛനാ എന്ന് ഞാൻ പറഞ്ഞു പോകും പ്രേക്ഷകരോട്. ഒന്നുമില്ല, വായിക്കുമ്പോഴെല്ലാം ഞാൻ അങ്ങേ കാണുമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്ന നേരിട്ട്. അതെ, സന്തോഷം. വിളിച്ചു, അതെനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്, ബ്രേക്കിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ അടുത്തൊന്ന് ചോദിച്ചോളൂ, ഞാൻ ഉന്മേഷിന് അടുത്ത്. ആക്ച്വലി മണിയാശാനും അങ്ങും തമ്മിലുള്ള പ്രശ്നം ആക്ച്വലി എന്താണ്? അത് മണിയാശാന് പോലും മനസ്സിലായിട്ടില്ല. മണിയാശാനും ഞാനും തമ്മിൽ വ്യക്തിപരമായ യാതൊരു പ്രശ്നമില്ല. പക്ഷെ നിലപാടുകളുണ്ട്. അദ്ദേഹത്തിന് ജില്ലയിലെ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും എൻ്റെ കാഴ്ചപ്പാടും രണ്ടിനുണ്ടാകും. ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ നിങ്ങളൊന്ന് മാറുമോ? അല്ലാതെ കോംപ്രമൈസിൻ്റെ പ്രശ്നത്തില്ലല്ലോ.
ഇപ്പം 100, 200, 500 ഏക്കറോ ചെറിയ വെട്ടി തെളിക്കുക. അവരെ കൃഷിക്കാരെന്ന് വിളിക്കാൻ എനിക്ക് കഴിയില്ല. അവരെ കയ്യേറ്റക്കാരായിട്ടേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനവർ കയ്യേറ്റക്കാരെന്ന് പറയും, അദ്ദേഹം കൃഷിക്കാരെന്നും പറയും. ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഇതാണ് പ്രശ്നം. ഓക്കെ, എസ് കെ ഒരു ബ്രേക്കിനുള്ള സ്കോപ്പായി. അല്ല അപ്പോൾ അല്ല അച്ഛൻ്റെ ചോദ്യം അറിയോ? ബ്രേക്ക് ഞാൻ പറയട്ടോ ഒന്ന്. എനിക്ക് മനസ്സിലായി നമ്മുടെ പണി കളയാനാണ് ഇടിക്കുന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അവതാര പുലികൾ തുടരുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ 3 മണിക്കൊരു ദൈർഘ്യത്തിൽ പോകുന്ന പരിപാടിയാണ്. രാത്രി 9 മണിക്ക് അവസാനിക്കും. 24-ന്റെ സ്റ്റാർ അവതാരകർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇത്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ മണിയുടെ മീഡിയ സിറ്റി കോംപ്ലക്സിൽ നിന്ന് 12K വിസ്താരയുടെ സാങ്കേതിക സാധ്യതയിൽ സംപ്രേഷണം ചെയ്യുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊപ്പം ദീപക് തർമ്മടം ചേരുന്നു. നമുക്ക് എപ്പോഴും അറിയാം, പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് ഒരുപാട് ബ്രേക്കുകൾ 24 സമ്മാനിക്കുന്ന ഒരു റീജിയണൽ മേധാവിയാണ് ദീപക് തർമ്മടം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ദീപക് കോഴിക്കോട് നേരെ വരികയായിരുന്നു. എന്താ യാത്രാ ഉദ്ദേശം? നമുക്കിട്ട് പരിപാടികൾ ആണ് എപ്പോഴും നമുക്ക് ബ്രേക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ സാറേ. ഈ അടുത്ത കാലത്തായിട്ട് ദീപക് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി. 24 പ്രതീക്ഷിക്കാമോ? സിനിമയിൽ വലിയൊരു ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, സിനിമയിലെ വലിയൊരു സ്ഥാനങ്ങൾ ഉണ്ടാകുമോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കണം. അതെ, പിന്നെ ഡയറക്ടർമാരും. അപ്പൊ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പടം ഏറ്റവും ഒടുവിൽ തിറയാട്ടാണ് ഇറങ്ങിയത്. ഇപ്പം തുടങ്ങാൻ പോകുന്നത് കത്തനാരാണ്. ജയസൂര്യ. കത്തനാര് ആയിട്ടാണോ വേഷം? കത്തനാർ ജയസൂര്യൻ. ബാക്കിയുള്ള ചെറിയ വേഷങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം ഈ എനിക്ക് ഇപ്പൊ പ്രേക്ഷകർ ന്യായമായിട്ടും ഒരു സംശയം തോന്നുന്നത്, സിനിമാ തിരക്കുകൾ കൂടും, വാർത്താ പ്രക്ഷേപണത്തിന് മാറ്റിവെക്കാൻ സമയമില്ലാതെ വരും. ഒരിക്കലും വരില്ല. വാർത്ത വിട്ടുള്ള ഒരു കളിയില്ല. അത് ഉറപ്പാണ്. ഗോപികൃഷ്ണൻ എപ്പോഴും കോംപ്രമൈസ് ചെയ്യണ്ടോ? എക്സിക്യൂട്ടീവ് എഡിറ്റർ പറയണം. ഗോപികൃഷ്ണന്റെ മുഖത്ത് നിരാശ വന്നു. അപ്പോ വാർത്ത വിടില്ല. ദീപക് ഇങ്ങോട്ട് കയറി വന്നപ്പോണ്ടല്ലോ വളരെ സന്തോഷത്തിലായിരുന്നു കേട്ടോ. കാര്യം ഒരു സിനിമാ നടൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഗോപി, ദീപക് തർമ്മടം നമ്മള് ബി സീരിയസ്, നമ്മൾക്കറിയാം ഒരുപാട് ബ്രേക്കുകൾ സമ്മാനിക്കുന്ന ഒരാളാണ്. കാര്യം നമ്മുടെ ചാനലിൻ്റെ ഇത്രയും കാലത്ത് ഒരു 5 കൊല്ലക്കാലത്തെ ജീവിതം പരിശോധിച്ചാൽ നമ്മളെ ബ്രേക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ഒരാളാണ് ദീപക് തർമ്മടം. അപ്പോൾ ഗോപി എങ്ങനെയാണ് വിലയിരുന്നത്? അല്ല, ഞാൻ അതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റിപ്പോർട്ടേഴ്സിൽ നമുക്ക് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ദീപക് കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്താണ് ഉള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞത് റിപ്പോർട്ടിങ്ങിൽ ദീപക് തന്നിട്ടുള്ള ബ്രേക്ക് നമ്മളെ പല സന്ദർഭങ്ങളിൽ മറ്റ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ മുന്നിലെത്തിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല വാർത്തയിലും വേറൊരു ആംഗിൾ കൊണ്ടുവരാൻ കഴിയുന്നു. അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ വരുന്ന വാർത്തകളിൽ പ്രത്യേകിച്ച് പോലീസ് സോഴ്സൊക്കെ ദീപകിൻ്റെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടലി അത്തരം കാര്യങ്ങളിൽ ദീപകിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം ദീപക് തരുന്ന വിവരങ്ങളെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. അപ്പം അങ്ങനെ പല സന്ദർഭങ്ങളിലും നമുക്കിങ്ങനെ നിർണായകമായ ബ്രേക്കുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ കീപ് ഇറ്റ് അപ്പ്. അല്ലേ, മാത്രമല്ല ഒരു ലേറ്റസ്റ്റ് ആയിട്ട് തണ്ണീർ കൊമ്പൻ അത് ആദ്യം നമ്മളല്ലേ ബ്രേക്ക് ചെയ്ത് ആൾക്കാർ ബ്രേക്ക് ചെയ്ത്. പിന്നെ ഈ മുട്ടയുടെ പുരാണം കൂടെ നമ്മുടെ 24 എപ്പോഴും ഒരു മുട്ട ഉണ്ടാകണമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ പക്ഷേ എപ്പോഴെങ്കിലും ഈ മുട്ട പൊട്ടുവോ? ഇല്ല, മുട്ടയായിട്ട് തന്നെ ഉണ്ടാവും, പൊട്ടില്ല. ഓക്കെ. ദീപക്കെ മറ്റൊരു കാര്യം, അതായത് ദീപക്കിന് ഒരുപാട് സോഴ്സുകൾ ഉണ്ടെന്നൊക്കെ ആൾക്കാർ പൊതുവെ വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസ് സോഴ്സ്. പ്രതാപേന്ദ്രൻ മുതൽ അങ്ങ് ഡൽഹി വരെ പിടിയാ എന്ന് പറഞ്ഞല്ലേ. ഈ സോഴ്സുകൾ, നമ്മൾ സോഴ്സുകളുടെ രഹസ്യങ്ങൾ പറയാൻ പറ്റത്തില്ല, എന്നാൽ പോലും ഈ സോഴ്സുകളുമായിട്ട് നിരന്തരം ബന്ധം നിലനിർത്തിക്കൊണ്ടാണോ ചില കാര്യങ്ങളൊക്കെ ചുരണ്ടി മാറ്റുന്നത്? അങ്ങനെ തന്നെയാണ്. അതിന്റെ മോഡസ് ഓപ്പറാൻഡി എന്താണ്? രഹസ്യങ്ങൾ പുറത്തു പോകരുത്, പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് രഹസ്യങ്ങൾ പറഞ്ഞതെന്ന് നാട്ടുകാരോട് പറയുന്നത്. സോഴ്സുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയണ്ട. ഷെസ്കിൻ ഈ ഒരു കാര്യത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഞാൻ മീഡിയ അക്കാദമിയിലെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. വിദ്യാർത്ഥികളോട് നമ്മൾ പറയേണ്ട ഒരു സാധനം വെച്ചാൽ, ഒരു വിഷയം ഇപ്പോൾ CPM ബീറ്റ് നോക്കുകയാണ്, അല്ലെങ്കിൽ പോലീസ് ബീറ്റ് നോക്കുകയാണ്, അല്ലെങ്കിൽ വനം ബീറ്റ് നോക്കുകയാണ്, നമ്മളത് നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും അതിലുള്ള എല്ലാ സ്ഥലത്തും 2 ഗ്രൂപ്പുകാരുണ്ടാവും. ഒരു നിമിഷമില്ല. അത് ഗവൺമെൻറ്റിലായാലും ശരി, എവിടെയായാലും ഉദ്യോഗസ്ഥ സ്ഥലത്തിലൊക്കെ നമ്മൾ എല്ലാ ആൾക്കാരോടും വളരെ മാന്യമായി പെരുമാറി. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ബുദ്ധിമാന്മാരാണ്. നമ്മളെ കൃത്യമായി അളക്കും, നമ്മൾ എന്താണ് ഏതാണെന്ന് കൃത്യമായി പഠിക്കുന്നവരാണ് ഈ ഉദ്യോഗസ്ഥർ. അപ്പോൾ അവരിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ പിന്നെ വാർത്ത കിട്ടും. പിന്നെ ഈ ക്രോസ് ചെക്കിങ്ങിൻ്റെ കാര്യമുള്ളൂ എസ്കെൻ, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഒരു സംഭവം എന്തായാലും ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് ഇത്തരണം വരെ വന്ന് ഈ തത്സമയ പരിപാടിയിൽ പങ്കെടുത്താണല്ലോ. അപ്പോൾ ദീപകിന് നമ്മുടെ 24 ഏറ്റവും വില കൂടിയൊരു സാധനം അറിയാമോ? ചായക്കപ്പ്. ഏറ്റവും പ്രേക്ഷകർക്കിടയിൽ അത് എനിക്ക് നടത്തിയ മാർക്കറ്റിൽ വലിയ വിലയാവുമോ, നമ്മളവിടെ മാർക്കറ്റ് വയ്ക്കാത്തത്. അപ്പോൾ ഞാനൊരു പടം കാണിക്കാം. അത് ആരുടെയാണെന്ന് പറഞ്ഞാൽ
ദീപക്കിന് സമ്മാനം കിട്ടത്തില്ല. ഇത് ശരിയാണെന്ന് പറഞ്ഞ 10 പ്രേക്ഷകർ കിട്ടും. പക്ഷേ ദീപക്കിന് എൻ്റെ ചെവിയിൽ പറയാം ഇത് ആരാണെന്നുള്ളത്. ഞാൻ പിന്നീട് വെളിപ്പെടുത്തും. ആയിക്കോട്ടെ. അപ്പോൾ ദീപക് തന്നെയാണോ എന്ന് ആദ്യം നോക്കണം. എന്നിട്ട് വേണം കാണാൻ. അപ്പോൾ ആ പടം ഒന്ന് കാണിച്ചേ. ഇവിടെ നിൽക്കുന്ന ഒരാളിന്റെ പടമാണ്. അത് ദീപക് ധർമ്മടമാണോ എന്ന് എനിക്ക് ദീപക് ധർമ്മടമാണോ? അല്ലല്ലോ, ഉറപ്പല്ലേ? എപ്പോഴെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാനല്ല. അല്ല, അപ്പോൾ ദീപക് ധർമ്മട അല്ലെന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ നിൽക്കുന്ന ആള് അപ്പോൾ മാത്രമല്ല ഈ ആളിന്റെ പിറവി എന്ന് പറയുന്നത് അന്ന് ഇടിവെട്ടി മഴ പെയ്തായിരുന്നു. അപ്പോൾ ദീപക്, ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നാഗരാജൻ ഇപ്പോൾ നമുക്ക് മനസ്സിലായി പ്രൈമ ഫേസി ഇയാൾ തന്നെയാണ് കൊണ്ടുപോയതെന്ന് മനസ്സിലായി. അയാളെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ബേസിക്കലി ഈ ഒരു നാടോടി ആയിട്ടുള്ള ഒരു ഫാമിലീസ് ബ്രഹ്മോസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പേരൻസ് കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ പെൺകൊച്ചിയെ ഇയാൾ അവിടേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് അബ്ഡക്റ്റ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്തേക്ക് പോയിട്ട് ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും അതുപോലെ തന്നെ ഇയാൾ ആ കൊച്ചിയെ വായി കുത്തിപ്പിടിച്ച് കരയുമ്പോൾ വായി കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നെന്നും ഇയാൾ പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പോയ സ്ഥലങ്ങളും നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആ കൊച്ചിയെ അവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ ഇയാൾ കറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ വളരെ ഞാൻ ഈ ചുരുക്കം പറഞ്ഞെങ്കിലും ഈ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് നമ്മൾ ശ്രമങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലെ ഉള്ള ടീം അംഗങ്ങളുടെ പേര് ഞാൻ വായിക്കാം. DCP ലോ ആൻഡ് ഓർഡർ നിതിൻ രാജാണ് ഇതിൻ്റെ മൊത്തം ഡിറ്റക്ഷൻ്റെ ലീഡർഷിപ്പ് വഹിച്ചത്. DCPയുടെ കൂടെയുള്ള സ്പെഷ്യൽ ടീമിൻ്റെ പേര് ഞാൻ വായിക്കാം. ശ്രീ ഉമേഷ് സബ് ഇൻസ്പെക്ടർ ടീം, ശ്രീ സാബു GASI, ശ്രീ ഷംനാദ് SCPO, ശ്രീ വിനോദ്, ശ്രീ അജിത് കുമാർ, ശ്രീ വിനോദ് S, ശ്രീ രഞ്ജിത്ത് MC, ശ്രീ രാജീവ് കുമാർ, ശ്രീ ഷിബു, ശ്രീ ദീപുരാജ്, SHO ശ്രീജിത്ത്, SI അഭിലാഷ് ആൻഡ് സന്തോഷ് ആൻഡ് ACP ശംഖുമുഖം ശ്രീ രാജപ്പൻ. ഇത്രയും വലിയ ടീം ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. 100ന്റെ മുകളിലുള്ള CCTVs ഇവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പല റൂട്ട്സിലെ കണ്ടിട്ട് വീക്ഷിച്ച് അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു പ്രതിയിലേക്ക് നമ്മൾ എത്തിയത് തന്നെ. ഇയാൾ കറങ്ങിയ സ്ഥലങ്ങൾ മൊത്തം മാപ്പ് ചെയ്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും കൊല്ലം വരെ ഇവർ CCTVസിനെ ഫോളോ അപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഒരുപാട് മറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സ് കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇയാളുടെ ആ സമയത്തുള്ള ലൊക്കേഷനും ടൈമും എല്ലാം മാച്ച് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇയാൾ ആണ് പ്രതി എന്ന് നമുക്ക് മനസ്സിലായത്. പ്രതിയുടെ പേര് ഹസൻ കുട്ടി അലിയാസ് കബീർ. ഇയാൾ പല കേസസ് ഉള്ള ആളാണ്. 8ഓളം കേസസ് ഓൺ റെക്കോർഡുണ്ട്. ഇയാൾക്ക് പോക്സോ കേസ് കൂടെ ഉണ്ട്. കഴിഞ്ഞ ജനുവരി മാസം 12-ാം തീയതിയാണ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്, കൊല്ലം ജയിലിൽ നിന്ന്. ഇയാൾ 2022 തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് മുട്ടായി കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ച് ഉപദ്രവിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കേസിലെ ഇയാൾ ജയിലിലുണ്ടായിരുന്നു. അത് അയിരൂർ. ഇയാൾക്ക് ഇത് ഈ പോക്സോ കേസ് മോഡസ് ഓപ്പറandi മാത്രമല്ല, ഭവനഭേദനം, അതുപോലെ തന്നെ ടെമ്പിൾ വഞ്ചുവെട്ടി, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തെഫ്റ്റ്, ഇങ്ങനെയുള്ള പല കേസസിൻ്റെ ഒരു മോഡസ് ഓപ്പറandi ഉള്ള ആളാണ്. അപ്പോൾ ഇയാൾ ഒരു വാണ്ടറാണ്. ഇയാൾക്ക് ഒരു അഡ്രസ്സ് ഒരു കേസിൽ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ടൈപ്പ് ആളാണ്. ഇയാൾ പിടിച്ചത് തന്നെ ഈ ഒരു അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഒരു അഡ്രസ്സ് ഇല്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് വേണ്ടി നമ്മൾ നോക്കാത്ത സ്ഥലമില്ല. ഇന്നലെ പിടിച്ചത് തന്നെ കൊല്ലം ബീച്ചസും, കൊല്ലം മാത്രമല്ല പല സ്ഥലങ്ങളിലെ ഒരു വാണ്ടറർ എവിടേക്ക് പോവാം എന്നുള്ള ഒരു ഇമാജിനേഷൻ വെച്ചിട്ടാണ് നമ്മളുടെ ടീം പല സ്ഥലങ്ങളിൽ പോയി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡ് തൊട്ട് കോവലം, വിഴിഞ്ഞം തെക്കോട്ട് പോയി, കിഴക്കോട്ട് പോയി, വടക്കോട്ട് പോയി. സോ വിത്ത് അവർ
investigative techniques and also with the help of some jail authorities, we have also circulated ഈ CCTV വഴി നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോഗ്രാഫ്സ് ഇയാളാണ് നമുക്ക് സസ്പീഷൻ ആയ ഉടനെ ഇയാളുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമ്മൾ ഐകോപ്സ് സിസ്റ്റത്തിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ജയിൽ ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ സർക്കുലേറ്റ് ചെയ്തു. അവരുടെ ഒരു ഇൻപുട്സ് വെച്ചിട്ടും ഇങ്ങനെ ഒരാൾ, ഈ ഒരു ഫേസ് ഫീച്ചേഴ്സ് ഉള്ള ഒരാൾ ഇങ്ങനെ റിലീസ് ആയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലായി. ഇയാൾക്കൊരു കേസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും പോക്സോ പോലത്തെ സംഭവം ഉണ്ടെന്നും നമുക്ക് മനസ്സിലായപ്പോൾ കുറച്ചുകൂടി നമ്മൾ സസ്പീഷൻ സ്ട്രെങ്തൻ ആയി. അത് കഴിഞ്ഞിട്ട് ഇയാൾ നമ്മൾ കുറച്ച് കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. കാരണം പല പല തിയറീസ് ഉണ്ടായിരുന്നു. ആ മൊത്തം തിയറീസിൽ ഇയാളായിരിക്കാം എന്നുള്ള ഒരു നാരോ ഡൗൺ ചെയ്തിട്ട് ഇയാളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് ഇയാൾ കിട്ടിയത്. ബേസിക്കലി ഇയാൾ പോക്സോ ഹാബിച്വൽ ഒഫൻഡറാണ്. അപ്പോൾ കേസസ് നിലവിലെ ഓൾറെഡി കൊല്ലത്ത് അയിരൂരിലെ ഒരു കേസ് ഉണ്ടായിരുന്നു, 2022 ഒരു വർഷം മുമ്പുള്ള കേസ്. ഇപ്പോൾ സിമിലർ ഒരു കേസുണ്ട്. ഇയാൾ പറയുന്ന സ്റ്റോറീസ് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേസ് ഇല്ലാത്ത സംഭവങ്ങൾ ഉള്ളതായിട്ട് കൂടി നമുക്ക് മനസ്സിലാവുന്നു. അതുകൂടി നമ്മൾ എവിഡൻസ് എടുക്കാൻ പോവുകയാണ്. കേസ് ചില സ്ഥലത്ത് ആൾക്കാർക്ക് ഇയാൾ അടിച്ച് ഓടിച്ചു, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പോക്സോ പോലത്തെ സംഭവങ്ങളാണ്. ഒരു സംഭവം നമുക്ക് ഇതുവരെ അറിഞ്ഞു, ഇനി എത്ര ഉണ്ടാവും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. ആ ഒരു സംഭവം നമ്മൾ ഇയാൾ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒന്ന് ചെയ്യേണ്ടി വരും. വി ഹാവ് ടു ആസ്ക് ഹിം ഹൗ ഹി ഡിഡ് ഇറ്റ്. ബട്ട് ഇയാൾ പല സ്റ്റോറീസ് പറയാണ്. പക്ഷേ നമുക്ക് എക്സാക്ട്ലി എന്താണ് ചെയ്തത് എന്ന കാര്യം അവിടെ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. ആ രാത്രി തന്നെ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇയാൾ അവിടെ നിന്ന് എത്ര മണിക്ക് എടുത്തു, കാരണം അവിടുത്തെ ട്രെയിൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്കുണ്ട്. ഇയാൾ ഒരു റഫ്ലി ഒരു 2 ട്രെയിൻസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഇടയിലാണ് ഇയാളുടെ മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലായി. അത് ഉറപ്പായി. ഇയാളുടെ ലൊക്കേഷൻ മനസ്സിലായി, ഇയാളുടെ സ്പോട്ട് മനസ്സിലായി. പക്ഷേ കുഞ്ഞിനെ എങ്ങനെയാണ്, ഏത് റൂട്ടിലാണ്, റെയിൽവേ ട്രാക്ക് വഴി തന്നെ, പക്ഷെ എവിടെയാണ് ഇയാൾ വെച്ചത്, എവിടെയാണ് കുത്തിപ്പിടിച്ചത്, അതൊക്കെ നമ്മൾ ആ സ്പോട്ടോട് കൊണ്ടുപോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. ഇതുവരെ പറയുന്ന കാര്യങ്ങളിൽ ഇയാൾ ഒരു വാൻഡററാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്ന് ആ ഭാഗത്ത് ചാക്ക എയർപോർട്ട് റൂട്ടിലോട്ട് ഇയാൾ നടന്നു പോവുകയാണ്. അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് കരിക്ക് വെള്ളം കുടിച്ചു. അവിടെ കുറച്ച് നേരം നിന്നു, ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് ഈ കുട്ടിയെ കണ്ടതെന്നും അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നതെന്നാണ് അയാൾ പറയുന്നത്. ഇത് നമുക്കൊന്ന് രാത്രി ആഫ്റ്റർ, ഞാൻ പറയുന്നത് ആഫ്റ്റർ 10:30 ആണ്. കാരണം ഇയാളുടെ CCTVs ഒക്കെ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. മൂവ്മെന്റ്സ് ആർ ഓൾ മാച്ചിങ് വിത്ത് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്പോട്ട്. ഉണ്ടായിരുന്നു. ഇവർ ഇപ്പോൾ പേരൻസ് പറയുന്നത് കുട്ടികളൊക്കെ 10 മണിക്കൊക്കെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു. അച്ഛനമ്മ ഒക്കെ ഒരു 10:30, 11 എന്ന് ആദ്യം പറഞ്ഞു, ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞു. ഇവർ നോട്ടീസ് ചെയ്യുമ്പോൾ ഒരു 1 o'clock എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം. ഏകദേശം ബിറ്റ്വീൻ 12 to 1 ആയിരിക്കണം ഈ കൊച്ചിയെ എടുത്തത്. ഈ പ്രതി നമുക്ക് ചാക്ക തൊട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ 10:30 ആണ് ചാക്ക. ഒരു 20 മിനിറ്റ്, ഏകദേശം 20 മിനിറ്റ് എടുത്തു ഇയാൾ നടന്നു വന്ന് അവിടെ എത്താൻ വേണ്ടി. അവിടെ ഇയാൾ കുറച്ച് നേരം നിന്നു, കരിക്ക് വാങ്ങിച്ചു, നിന്നു, വെയിറ്റ് ചെയ്തു. ഏകദേശം ഒരു ½ an hour അയാൾ വെയിറ്റിംഗിൽ തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഒരു ഗസ്സിങ്. പക്ഷേ വി ഹാവ് ടു ചെക്ക് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്. വി ഹാവ് ടു ടേക്ക് ഹിം ആൻഡ് ചെക്ക് ഇറ്റ്. ഇയാൾ അവിടെ നല്ല സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. സോ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമിലീസ് ഉള്ളതായിട്ടും കുട്ടികളുള്ളതായിട്ടും മനസ്സിലാവുന്ന ഒരു ഏരിയ ആണ് ശരിക്കും. അതുകൂടി നമ്മൾ റിയൽ ടൈമിൽ അല്ലെങ്കിൽ 4 അയാൾ റിമാൻഡിൽ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. സോ അയാൾ പേട്ട സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. പേട്ട സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്നു വരികയാണ്. അയാൾ പറയുന്ന സ്റ്റോറി പ്രകാരം all these things we have to verify on the ground with circumstantial evidence. ഇയാൾക്ക് മൊബൈൽ ഫോണുണ്ട്. That we are checking because it's a very, very simple phone and call details, there are not many calls.
ഹീസ് ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. കൂടുതൽ വായിക്കാനും ഒന്നും അറിയില്ല. അതുകൊണ്ട് ഇയാൾ പറയുമ്പോൾ ഒന്നും വായിക്കാൻ അറിയില്ലാത്ത ആളാണ്. സോ ദാറ്റ്സ് വൈ വി ആർ ചെക്കിംഗ്. പിടികൂടിയത് കൊല്ലത്തെ ചിന്നക്കട. അത് ഇയാൾ കാണുമ്പോൾ ലോക്കൽ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇയാൾ പറയുന്നത് ഗുജറാത്തിനെ ഞാൻ ചെറുപ്പത്തിലെ ഉണ്ടായിരുന്നെന്നും അവിടെ നിന്ന് എന്നെ എൻ്റെ ഇപ്പോഴത്തെ അച്ഛനമ്മ കൊണ്ടുവന്നു എന്നും ഇയാൾ പറയാണ്. അത് നമുക്ക് എത്രത്തോളം ശരിയാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടി വരും. ഇയാൾ ഓൺ റെക്കോർഡ് നോക്കുമ്പോൾ അയരൂരിലെ ഒരു അഡ്രസ്സാണ്, എടവ അകത്ത്. അച്ഛനിപ്പോൾ ഇല്ല, പേരൻസ് ഉള്ളതായിട്ട് റെക്കോർഡിലാണ്. പക്ഷേ അവരായിട്ട് കൂടുതൽ ബന്ധമില്ലാന്ന് നമുക്ക് മനസ്സിലായി. ഒരു അഡോപ്റ്റഡ് ഫാമിലി ആണെന്നും ബന്ധമില്ലാത്തതാണെന്നും മനസ്സിലായി. പ്യുവർ മലയാളം, പ്യുവർ. കാരണം വളരെ ചെറുപ്പത്തിൽ വന്നു എന്നാണ് പറയുക. ഒരു CCTV അല്ല നമുക്ക്. ഫോർ എക്സാമ്പിൾ ബ്രഹ്മോസ്, പിന്നെ ഓൾ സെയിൻസ്, നമ്മൾ എല്ലാ ഡയറക്ഷൻസും നോക്കുന്നുണ്ടായിരുന്നു. ബ്രഹ്മോസ് നോക്കി, ഓൾ സെയിൻസ് നോക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് കണക്റ്റഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് മറു സൈഡിലുള്ള CCTVs നോക്കി, റെസിഡൻഷ്യൽ ഏരിയാസിനെ നോക്കി, കുളത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൻ്റെ കുളമുണ്ടല്ലോ, ആ കുളത്തിനടുത്തുള്ള ഒരു CCTV നോക്കി, വന്ദേ ഭാരതിൻ്റെ CCTV നോക്കി, മൂവിങ് ട്രെയിൻസിൻ്റെ. അങ്ങനെ നമ്മൾ പോയിട്ട് ചാക്കയിൽ പിന്നെ 3 ഡയറക്ഷൻസ് ആയി. പിന്നെ അവിടെ ഒരു സ്ഥലത്ത് ഒരാൾ ലിഫ്റ്റ് കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. 2 ടീംസ് ഒരു ബൈക്കിൽ, 2 പേർ ഒരു ബൈക്കിൽ, ഒരാൾ അവരെ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒരു ലിഫ്റ്റ് കൊടുത്തു. അവരുടെ അഡ്രസ് കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ഇയാൾ പറയുന്ന സ്റ്റോറി അവർ കൂടെ കൊറാബറേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് കൊടുത്തു എന്ന്. സോ ആ രീതിയിൽ ഇയാളെ നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ ജയിൽ ഗ്രൂപ്പ്സിലെ നമുക്ക് ക്ലൂ കിട്ടിയ കഴിഞ്ഞിട്ട് ഇയാളെ ട്രാക്ക് ചെയ്യുമ്പോൾ ഇയാൾ തമ്പാനൂർ പോയി, തമ്പാനൂരിന് പിന്നെ ആലുവ വരെ പോയി, കൊല്ലം പോയി, ആലുവ പോയി, അവിടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോയി എന്ന് പറയുന്നത്. ഇയാൾ നൈറ്റ് മുഴുവൻ കടങ്ങി നടക്കുന്ന ആളാണ്. എവിടെ വേണമെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടിയാൽ തട്ടുകടയിലെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പെട്ടെന്ന് ചെറിയ പൈസകൾ കിട്ടിയാൽ അത് വെച്ചിട്ട് കറങ്ങുന്ന ആളാണ്. പിന്നെ ജയിലിൽ നിൽക്കുന്ന സമയത്ത് ജയിലിലെ കൂലി പൈസ കിട്ടുമ്പോൾ അതൊക്കെ വന്ന് പുറത്ത് ചിലവാക്കുന്ന ആളാണ്. അയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞാൻ വായ കുത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ട് കുട്ടി അനക്കമില്ലാതാവുമ്പോൾ എനിക്ക് ഒരു പേടിയായി എന്നാണ് ഇപ്പോൾ പറയുകയാണ്. പക്ഷേ നമുക്ക് അവിടെ എന്താണ് സംഭവം അവിടെ പോയിട്ട് മനസ്സിലാക്കേണ്ടി വരും. കാരണം അവിടെ CCTV ഇല്ല, ഇയാൾ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇയാൾ മോഡസ് ഓപ്പറേറ്റി നോക്കുമ്പോൾ ഇയാൾ കുട്ടികൾ 7 and 8 പോക്സോ എന്ന് പറയും. ഹി കമ്മിറ്റ്സ് സെക്ഷൻ 7 and 8 offenses of POCSO, which is not penetrative assault. ആ രീതിയിലുള്ള അസോൾട്ട് ചെയ്യുന്ന മോഡസ് ഓപ്പറാൻഡി ഉള്ള ആളാണ്. നെഞ്ചിലെ കൈ വെച്ചു എന്ന് പറഞ്ഞു ഇയാൾ. ദാറ്റ് ഇസ് ഓൾസോ ഹി സെയിങ്. അതൊക്കെ നമുക്ക് ഒന്നുകൂടെ ഈ സ്ഥലത്ത് പോയിട്ട് ഒന്ന് പരിശോധിക്കേണ്ടി വരും. മെഡിക്കൽ എവിഡൻസ് ആയിട്ട് എന്താണ് മാച്ചിങ്. കാരണം ഒരു മെഡിക്കൽ എവിഡൻസ് പറയുമ്പോൾ ഡോക്ടർക്ക് നമ്മൾ അതിൻ്റെ പുറകിലുള്ള സ്റ്റോറി കൂടി അറിയണം. സോ എല്ലാ ഇതിലും നോക്കിയിട്ട് പ്രൈമാ ഫേസി ഒന്നും അറിഞ്ഞില്ല. പക്ഷേ കുട്ടിയുടെ കൗൺസിലിംഗ് നടത്തുമ്പോൾ കുറച്ച് കൂടുതൽ പറയുമായിരിക്കും. സോ വി ഹാവ് ടു ഗെറ്റ് ദ ചൈൽഡ് ഓൾസോ ഗെറ്റ് കൗൺസിൽഡ്. അതാണ് നമ്മൾ അറിഞ്ഞ ഒരു സ്റ്റോറി. പക്ഷേ അതിന് കേസില്ല. അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൂടി നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അതിൽ എവിഡൻസ് എടുക്കേണ്ടി വരും. അത് എവിടെയാണ് സംഭവം? കൊല്ലത്ത്. അത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നൗ വി ഹാവ് നോട്ട് ടേക്കൻ ഹിം ഔട്ട്. വി ഹാവ് ടു റെക്കോർഡ് ഹിസ് അറസ്റ്റ്, പ്രൊഡ്യൂസ് ഹിം ബിഫോർ ദ കോർട്ട് ആഫ്റ്റർ തറോ ക്വസ്റ്റനിങ്. വിത്ത് കോർട്ട്സ് പെർമിഷൻ വി ഹാവ് ടു ടേക്ക് ഹിം ടു ദ സ്പോട്ട് ആൻഡ് ഇൻവോൾവ് ദ പേരൻസ്, get more details and corroborate everything what he is saying. എന്നാണ് അയാൾ പറയുന്നത്. ഓൺ റെക്കോർഡ് നമ്മുടെ സിസ്റ്റം പ്രകാരം ഓൺ റെക്കോർഡ് വേറെ കേസ് ഇല്ല. ഓൺ റെക്കോർഡ് നമ്മുടെ കയ്യിലുള്ള കേസസ് ഉണ്ട് ലിസ്റ്റ് വായിക്കാൻ. 8 കേസ് ഓൺ റെക്കോർഡ് ഉണ്ട്. അതിൽ മിക്കവാറും 2 ഓട്ടോറിക്ഷ തെഫ്റ്റ് ഉണ്ട്, 2 ടെമ്പിൾ തെഫ്റ്റ് ഉണ്ട്, ഒരു വീട് തെഫ്റ്റ് ഉണ്ട്. ലിസ്റ്റ് മതി.
അയിരൂരിലാണ് ഈ പോക്സോ കേസ് ഉള്ളത്. കല്ലമ്പലത്ത് ഇയാൾക്ക് 3 കേസുണ്ട്. ഒരു ഓട്ടോറിക്ഷ തെഫ്റ്റ്, 2 ടെമ്പിൾ തെഫ്റ്റ്, പിന്നെ ചിറയൻകീഴിലെ ഒരു ടെമ്പിൾ തെഫ്റ്റ്, പാങ്കോട് ട്രിവാൻഡ്രം റൂറലിലെ ഓട്ടോറിക്ഷ തെഫ്റ്റ്, ആലപ്പുഴ സൗത്തിലെ ഒരു ഹൗസ് ബ്രേക്കിംഗ് തെഫ്റ്റ്. ഇത്രയും കേസസ് ഉണ്ട്. ആ റെയിൽവേ ട്രാക്ക് വഴി അയാൾ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ലിഫ്റ്റ് ചോദിച്ചു. അവിടെ നിന്ന് നേരെ തമ്പാനൂർ ഭാഗത്തോട്ട് പോയി. അയാൾ കിംസ് വഴിയാണ് പോയത്. കിംസ് വഴി പുറത്തേക്ക് വന്നിട്ട് തമ്പാനൂർ ഭാഗത്തോട്ട് പോയി. എല്ലാം നടന്നു പോവുകയാണ്. മാക്സിമം ട്രാക്ക് വഴിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് റോഡിലോട്ട്. ഇയാളുടെ ഓപ്പറേഷൻ നോക്കുമ്പോൾ മിക്കവാറും റൂറൽ കൊല്ലം, ട്രിവാൻഡ്രം റൂറൽ ഏരിയയിലാണ് കൂടുതൽ കറങ്ങുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ ഇയാൾ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം സിറ്റി നേരത്തെ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. ഇവിടേക്ക് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് 50-നടുത്തുണ്ടാവും. അല്ല, ഇയാൾ ആ സമയം വരെ ആലുവ എത്തിയിട്ടുണ്ടാവും ഏകദേശം. ബട്ട് വി ആർ നോട്ട് ഷുവർ. വി ഹാവ് ടു വെരിഫൈ. ഇയാൾ പറയുന്ന കാര്യങ്ങളാണ്. ഇയാൾ എത്ര ദൂരം പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇയാൾ രാവിലെ തന്നെ തമ്പാനൂർ ഭാഗത്തോട്ട് പോയി, KSRTC. അവിടെ നിന്ന് ബസ് കയറി. അപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ട്രേസ് നമുക്ക് എടുക്കേണ്ടി വരും. ആലുവ പോയി എന്ന് പറയും. ആലുവ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു എന്ന് പറയുന്നു. ഇയാൾ ഞാൻ പത്രം വായിക്കാൻ അറിയില്ല, പക്ഷെ TV കണ്ടിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് അറിഞ്ഞില്ല. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹി തോട്ട് മേ ബി ദ ഗേൾ ഹാസ് ഗോൺ. അതൊരു പേടി ഉണ്ടായിരുന്നു എന്ന് അയാൾ പറയാണ് എന്ന് അയാൾ പറയുന്നു. ദാറ്റ്സ് വാട്ട് ഹി ഈസ് സെയിങ്. മെയിൻലി CCTVs ആണ്. അത് വളരെ, കാരണം ഇയാൾക്ക് ഒരു അഡ്രസ് ഇല്ലാത്ത ആളാണ്. പിന്നെ അത് വളരെ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോണാണ് അയാളുടെ കയ്യിലുള്ളത്. അത് തന്നെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സിംറ്റംസ് ഇല്ല ആ ഫോണ്. ഹി ഈസ് നോട്ട് യൂസിങ് ദ ഫോൺ മച്ച്. ഇത് ഫിസിക്കൽ ലേബറാണ് ശരിക്കും കേസ് ഡിറ്റക്ഷൻ ആയ തന്നെ. ടീം ഇരുന്ന് ദേ ഹാവ് ബീൻ വർക്കിംഗ് ലൈക്ക് ബേണിംഗ് ദർ മിഡ് നൈറ്റ് ഓയിൽ. ദേ ഹാവ് ഗോൺ. ഇപ്പോൾ കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റൂട്ട് പറയുന്നത് തന്നെ. പക്ഷേ ഈ റൂട്ട് അല്ലാതെ പല റൂട്ട്സിലെ CCTVs നമുക്ക് നോക്കേണ്ടി വന്നു. സോ ഇതിൽ സക്സസ് ആയ റൂട്ടാണിത്. പിന്നെ ജയിൽ ഗ്രൂപ്പ്സ് വഴി അതിൻ്റെ ജയിൽ റിലീസ്, പല ജയിൽ റിലീസ് നോക്കേണ്ടി വന്നു. ഒരുപാട് പോക്സോ പ്രതികളുണ്ട്, ഒരുപാട് ഇങ്ങനെ നാടോടി ആൾക്കാരുണ്ട്. അതിൽ ഇയാളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം, നല്ല ഒരു ശ്രമമായിരുന്നു. കണ്ടിന്യൂസ് ഒരു മോണിറ്ററിംഗ് ഉള്ള കേസാണ്. ടോപ്പ് മോസ്റ്റ് മോണിറ്ററിംഗ് ഉള്ള ഒരു കേസാണ് ഇത് സംഭവം. പാട് ഇതിലെ ഉറപ്പായിട്ട് വരും. ഇയാൾ ജയിലിലുള്ള സമയത്താണ് KYC എടുത്തത് തന്നെ. ഹി ഹാസ് നോ KYC. അതുകൊണ്ട് ഒരു ജയിലിലെ ഉള്ള സമയത്ത് ഒരു ആധാർ കാർഡ് എടുത്തു. അന്ന് രാത്രി പോലീസ് അവിടെ എത്തിയത് നമ്മുടെ കൺട്രോൾ റൂമിൻ്റെ കോൾ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു 2 വയസ്സുള്ള പെൺകുച്ചി മിസ്സിംഗ് ആയ എന്ന കോൾ കിട്ടിയ ഉടനെ DCP ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ബൈ 3 o'clock ആ ഏരിയ പോലീസ് എത്തി, RPF എത്തി. അവിടെ കുറച്ച് നേരത്തെ ഒരു 2 മണിക്കൂർ മുമ്പ് ഒരു റൺ ഓവർ പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലീസ് എത്തി. ആ എൻട്രി, ഈ രണ്ടാമത്തെ എൻട്രീന് ഇടയ്ക്കാണ് ഇയാൾ വന്നിട്ട് പോയത് സംഭവം. നാളെ വരും. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടുമോറോ. അത് പല തിയറീസിലെ ഒരു ഭാഗമാണത്. ഔട്ട് ഓഫ് ദ മെനി എഫേർട്സ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ എഫേർട്സ്.
ഇല്ല, ആക്ച്വലി കുട്ടിയായിട്ട് നമ്മുടെ കൗൺസിലിംഗ് നടത്തി സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. അത്രയും ഒരു സ്റ്റേറ്റിലെ ഇല്ലായിരുന്നു കുട്ടി. സംസാരിച്ചു, പക്ഷേ കാരണം ഇയാൾ പറയുന്ന സ്റ്റോറി പ്രകാരം കുട്ടി വാസ് സ്ലീപ്പിംഗ്, എവറിബഡി ഈസ് സ്ലീപ്പിംഗ്, കുട്ടി ഈസ് സ്ലീപ്പിംഗ്, ഷീ ഈസ് ലിഫ്റ്റഡ്, വൈൽ ഷീ ഈസ് സ്ലീപ്പിംഗ് ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. സോ അതാണ് നമുക്കൊരു ലോജിക്കലായിട്ട് തോന്നുന്നത് തന്നെ. She might not have realized. Only when she got up in the morning or in the night, she must have realized she is somewhere else. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. That we will have to find out. രാവിലെ ഇപ്പോൾ പോകണം, അയാളായിട്ട് കൊണ്ടുപോകണം നമ്മൾ. പോലീസ് ആദ്യം നമ്മൾ രാത്രി തന്നെ ഒരു ഫസ്റ്റ് സെർച്ച് നടത്തി. 1 o'clock തന്നെ അവിടെ എങ്കിലും നടന്നിട്ട് പോയിട്ടുണ്ടാവും, ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും. രാത്രി 1 o'clock തന്നെ അവിടെ ഒരു സെർച്ച് നടന്നു. പിന്നെ രാവിലെ ഒരു സെർച്ച് നടന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തിരുവനന്തപുരത്തെ പേട്ടയിൽ നിന്ന് 2 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കാര്യത്തിൽ ഈ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുകയായിരുന്നു. ഹസൻകുട്ടി എന്ന കബീർ, അയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് കമ്മീഷണർ പറയുന്നത്. മാത്രമല്ല അയാളുടെ പേരിൽ കുറച്ചധികം കേസുകൾ നിലവിലുണ്ട് എന്നുകൂടി കമ്മീഷണർ പറഞ്ഞു. കുറച്ച് അധികം ദിവസങ്ങളായി കേരള പോലീസിന് തലവേദനയായിരുന്ന ഒരു കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതി മാത്രമേ ഉള്ളൂ. ഈ പ്രതിയെ ഇപ്പോൾ പിടിച്ചു എന്നുള്ള സന്തോഷ വാർത്ത. പല പ്രേക്ഷകരും കുറച്ച് താമസിച്ചു പോയെങ്കിലും പ്രതിയെ പിടിച്ചല്ലോ എന്നുള്ള രീതിയിൽ സല്യൂട്ട് ചെയ്യുന്നു. ഈ ഒരു പ്രതി നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. യാതൊരു രേഖയുമില്ലാതെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ചുറ്റിക്കറങ്ങി എന്തെങ്കിലും ഭീകരകർമ്മങ്ങളിൽ ഇത്തരം ആളുകൾ, ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ചെയ്തു കൂട്ടിയാൽ അവരെ കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഈ പ്രതി നമ്മോട് പറയാതെ പറയുന്നത്. നമ്മൾ കൂടുതൽ മുൻകരുതലെടുക്കേണ്ട കാലമായി എന്നുകൂടി ഈ പ്രതി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. നമ്മളിനി നേരത്തെ പറഞ്ഞു എന്ന കാര്യം, അവതാരപ്പുരകളിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. നമ്മളൊരു പടം കാണിച്ചിരുന്നു, ആ ചിത്രം ഒന്നുകൂടി പ്രേക്ഷകരെ കാണിച്ചു തരാം. ആ ചിത്രത്തിലുള്ളത് ഇവിടെ നിൽക്കുന്ന ഞാൻ ഒഴിച്ചുള്ള മറ്റാരോ ആണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ഈ ചിത്രം കണ്ടില്ലേ? അപ്പോൾ ഈ ചിത്രം ദീപക് തർമ്മടമാണോ? അതിനിടയ്ക്ക് ഒരു പ്രേക്ഷകന് ഒരു ഉപദേശം തന്നിട്ടുണ്ട് ദീപകിന്. അതായത് കത്തനാർ എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ പോലും ആ സിനിമയിൽ ഭൂതമായിട്ട് അഭിനയിച്ചൂടെ എന്നൊരു അത് അല്ല, അത് ജനാർദ്ദൻ നായർന്ന് പറഞ്ഞ ദീപകിന്റെ ഫ്രണ്ടാന്ന് ഒരാളായി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ ഫോട്ടോ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകുന്നില്ല, ഇതിലും ഇത്തിരിയുടെ വലിപ്പത്തിലുള്ളൊരു പടം കാണിച്ചു തരാം. അത് നന്നായിരിക്കും. അപ്പോ പ്രേക്ഷകര് ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ആരാണെന്ന് അയച്ചാൽ ഒരുപാട് പറയരുത്. ദീപകിന് അത് പറയുന്ന ആളിന് 10 പേർക്ക് നമ്മൾ കപ്പയക്കും. 10 പേർക്ക്, അതായത് കുറേ അധികം ആൾക്കാർ അയക്കും. അപ്പോൾ നിങ്ങൾ പേര് വിവരമൊക്കെ അയച്ചു തരണം. അപ്പോൾ നേരത്തെ നമ്മൾ കപ്പിൻ്റെ സമ്മാനം പറയുന്നു. അന്ന് 4 പേര് മാത്രമേ നമുക്ക്, 7 പേര് അയച്ചു, ബാക്കി 3 പേര് അയക്കാനുണ്ട്. ജോസ്വിൻ ജോസഫ്, റീന സതീശൻ, വർഷിപ്പ് എന്ന യൂസർ, പവിത്രൻ പാതിരപ്പറ്റി, ഷാക്കിർ സിന്ധു, റിനീഷ് റോമി, ഇത്രയും പേര് ഇപ്പോൾ ആഷ്മിയാണെന്നാണ് പറയുന്നത്. ഈ അയച്ചോര് നേരത്തെ 4 പേര് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മളത് ഉറപ്പിക്കുന്നില്ല. ആഷ്മിയുടെ അഭിപ്രായം എന്തുവാ? ഞാൻ ഉറപ്പിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നമുക്ക് സംശയമുണ്ട് ഈ കാര്യത്തിൽ. ആഷ്മിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ഉറപ്പിക്കും? അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ ഒരു നമ്പർ തെളിഞ്ഞില്ല. ആ നമ്പർ നിങ്ങൾ അയച്ചാൽ മതി. 7 പേര് ഇപ്പോൾ ഓൾറെഡി അയച്ചു. ഇനി കുറച്ച് പേരൂടെ അയച്ചു തരിക. അതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന 10 ആളുകൾക്ക് നമ്മൾ 24-ന്റെ മനോഹരമായ ചായയും കോഫി കഴിക്കാൻ പറ്റുന്ന കപ്പ് അയച്ചു തരും. നേരത്തെ നമുക്കൊരു കപ്പിൻ്റെ കേസിനകത്ത് ഒരു പെൻഡിങ് ഉണ്ട്. 4 പേര് മാത്രമേ അയച്ചു തന്നുള്ളൂ. നമ്മുടെ കപ്പിൻ്റെ വാല്യൂ ഇടിക്കുമെന്നാണ് എൻ്റെ പേടി. അപ്പം ബാക്കിയുള്ള ആൾക്കാരോട് അഡ്രസ്സ് അയച്ചു തരണം. അഡ്രസ്സ് അയച്ചു തന്നാൽ അവർക്ക് കൂടി കപ്പ് നിങ്ങളെ മാടി വിളിക്കുന്നു. കപ്പ് കാത്തിരിക്കുകയാണ്. അപ്പോൾ ദീപക്, എന്തായാലും കോഴിക്കോട് നിന്ന് വന്നല്ലേ, നമുക്ക് ദീപകിൻ്റെ അനുമതിയോടെ നമുക്കൊരു ഇടവേള പറയാം. ഓക്കെ, ബ്രേക്ക്.